श्रीगुरुभ्यो नमः। गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः। गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। श्रीगुरुचरणारविन्दाभ्यां नमः। सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलिस्फुरदे तारानायकशेखरां स्मितमुखीं आपीनवक्षोरुहां पाणिभ्यां मणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रवीं सौम्यां रत्नकटस्थरक्तचरणां ध्यायेत् परामम्बिकां ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्रायदाक्षीं हेमाभां पीतवस्त्रां करकलितलसद्धेम पद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां സർവസമ്പത്പ്രദാത്രീം. ശ്രീകണ്ഠേശ്വരം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനത്തിലെത്തിയ ഭക്തജനങ്ങൾക്കും പരിസരവാസികൾക്കും ദുർഗാ പരമേശ്വരി സത്സംഗത്തിന്റെ പ്രണാമം. ലളിതാ സഹസ്രനാമം നവഹായുക്തത്തിലെ 9ാം ദിവസം ആണെന്ന്. ദേവിയുടെ കൃപ കൊണ്ട് കഴിഞ്ഞ 8 ദിവസങ്ങളിൽ 900 പദം വരെ നമ്മൾ നോക്കി. ഇന്ന് ബാക്കിയുള്ള 100 പദവും നമുക്ക് കാണാം. നാളെ രാവിലെ 7:30 മണിക്ക് ലക്ഷാർച്ചന തുടങ്ങും. 8 മണിക്ക് ആദ്യത്തെ ബാച്ച്, 9 മണിക്ക് രണ്ടാമത്തെ ബാച്ച്. 50 പേര് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത്. ആൾ കുറഞ്ഞാൽ മൂന്നാമതൊരു ബാച്ചും കൂടി ഉണ്ടാകും. ധാരാളം ആളുകൾ വന്നാൽ 2 ബാച്ചിൽ തന്നെ നമുക്ക് 11:30 മണി 12 മണിക്കുള്ളിൽ നമുക്ക് ദീപാരാധന. ദേവിയുടെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും പങ്കുചേർന്ന് ഈ ഒരു രക്ഷാർത്ഥനയെ കൂടി നല്ല രീതിയിൽ നടത്തിക്കാനുള്ള ഒരു സന്മനസ്സും സൗകര്യവും ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ നൈഷ്കർമ്മ്യായ നമഃ, കർമ്മരഹിതയായ ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർമ്മങ്ങളൊന്നും ഈശ്വരിക്കില്ല. കർമ്മങ്ങളെല്ലാം മായക്കുള്ളിലുള്ള പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്കാണ്. ദേവി മായക്ക് അതീതമായതുകൊണ്ട് കർമ്മങ്ങളില്ലാത്തവൾ നടത്താം. നാദരൂപിണ്യേ നമഃ, നാദരൂപിണിയായ ദേവിക്ക് നമസ്കാരം. അന്തർമുഖമായി ധ്യാനം ശീലിക്കുന്നവർക്ക് ദേവി ഹൃദയത്തിൽ ആനന്ദകരമായ നാദമായി അനുഭവപ്പെടുന്നു. വേറൊരർത്ഥത്തിൽ നോക്കിയാൽ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി നമ്മൾ കണ്ടു. 4 വിധമായ ഭാവമാറ്റമാണ് ശബ്ദത്തിനുള്ളത്, നാദത്തിനുള്ളത്. ആ മൂലാധാരത്തിൽ പര എന്ന ശക്തി വായുവിന്റെ സമ്പർക്കം കൊണ്ട് നാഭി വരെ വരുമ്പോൾ അതിന് മധ്യമ എന്ന് പേര്. നാഭിയിൽ നിന്ന് ഹൃദയം വരെ വരുമ്പോൾ അതിന് പരാ പശ്യന്തി എന്ന് പേര്. ഹൃദയം വരെ വരുമ്പോൾ മധ്യമ എന്ന് പേര്. ഖണ്ഡം വരെ വന്ന് അക്ഷരരൂപത്തിൽ വെളിയിൽ വരുമ്പോൾ അതിന് വൈഖരി എന്ന് പേര്. അങ്ങനെ പരാപ്രത്യ കിരിരൂപ പശ്യന്തി പരദേവത എന്ന് നമ്മൾ കണ്ടില്ലേ. അതേ തന്നെ ഇവിടെ നാദരൂപത്തിലിരിക്കുന്നവൾ ദേവി. നാദരൂപിണ്യേ നമഃ. വിജ്ഞാന ഫലനായ നമഃ, വിജ്ഞാനം ലഭ്യമാക്കുന്ന ദേവിക്ക് നമസ്കാരം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ബ്രഹ്മസാക്ഷാത്കാരം എന്നർത്ഥം. കല്യായ നമഃ, മംഗളരൂപമായ വാക്കാവിന ദേവിക്ക് നമസ്കാരം. മംഗളരൂപമായ വാക്കാവിന ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ മംഗളത്തെയും നൽകുന്നവൾ ദേവി എന്നർത്ഥം. വിദഗ്ധായ നമഃ, അതിനിപുണയാണ് ദേവി. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എല്ലാം ചെയ്യാൻ നൈപുണ്യമുള്ളവൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും അതീതമായിരിക്കുന്ന ശക്തി ആയതുകൊണ്ട് എല്ലാം ചെയ്യാൻ കഴിവുള്ളത്. ബൈന്ദവാസനായ നമഃ, ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. ഭ്രൂമധ്യത്തിൽ മേധയുടെ ഒരു ധ്യാനസ്ഥാനമാണ് ബിന്ദു, ആജ്ഞാചക്രത്തിൽ വരുന്നത്. അത് യോഗാഭ്യാസത്തിൽ അവർക്ക് കിട്ടുന്ന ദേവി ദർശനം. ശ്രീചക്രം ഇടാണ്. ശ്രീചക്രത്തിന് നടുവിൽ ഒരു ബിന്ദുവുണ്ട്. ആ ബിന്ദുവിൽ വസിക്കുന്നവൾ എന്നർത്ഥം. തത്വാധികായ നമഃ, തത്വങ്ങൾക്കെല്ലാം അതീതമായവൾ ദേവി. തത്വമയേ നമഃ, പരമതത്വമായ ദേവിക്ക് നമസ്കാരം. പരമതത്വം എന്താണ്? 26ാമത്തെ തത്വം ബ്രഹ്മം, അതാണ് സത്യം. ഇതാണ് പരമതത്വം. ആ 26ാമത്തെ തത്വമായിരിക്കുന്നത് ഈശ്വര സ്വരൂപം, അതാണ് ബ്രഹ്മം, അതാണ് ദേവി. തത്വമർത്ഥ സ്വരൂപിണ്യ നമഃ, തത് ത്വം എന്ന പദത്തിന് അർത്ഥമായിട്ടുള്ളവൾ. തത് ത്വം അസി, തത്വമസി നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മറുപടി തത്, അത്, ത്വം, നീ, അസി ആകുന്നു, അത് നീ ആകുന്നു. ആരാണോ ചോദിക്കുന്നത് അവർ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ
എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ആ ശക്തിയായിരിക്കുന്നത് ആ ബ്രഹ്മത്തിന്റെ അംശമായ ഈശ്വരത്തിന്റെ അർത്ഥം. തത്വമയ്യന തത്വമർത്ഥ സ്വരൂപിണ്യ നമഃ. സാമഗാനം പ്രിയായ നമഃ. സാമവേദഗാനം ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. സാമവേദം അതിപ്രിയമുള്ളതാണ്. പരമേശ്വരനും സാമവേദം വളരെ പ്രിയമാണ്. അതേപോലെ ദേവിക്കും പ്രിയമാണ് അർത്ഥം. സൗമ്യായ നമഃ. കാരുണ്യമയിയാണ് ദേവി. സൗമ്യം, ദേഷ്യമില്ല എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞത്. സൗമ്യ എന്നുള്ള ശാന്തശീലം, സൗമ്യമായ സ്വഭാവം. സദാശിവ കുടുംബിനി നമഃ. സദാശിവ പത്നി ആയതുകൊണ്ട് സദാശിവ കുടുംബിനി. സവ്യാപസവ മാർഗസ്ഥായ നമഃ. വലത്തും ഇടത്തുമായിരിക്കുന്ന മാർഗങ്ങളെ സ്ഥിതി ചെയ്യുന്നവൾ. പറഞ്ഞാൽ വാമാചാരം ദക്ഷിണാചാരം എന്ന രണ്ട് ആരാധനാ രീതിയിൽ ഉണ്ട്. ദക്ഷിണം എന്ന് പറയുന്നത് വലത്ത്, വാമാചാരികൾ വേദങ്ങളായ എല്ലാ കർമ്മങ്ങളും അതാണ് ദേവതകൾക്ക് പുറമെ ഇഷ്ടദേവതയും ചേർത്ത് ധ്യാനിച്ച് ചെയ്യുന്നു. അത് വാമാചാരം. ഇങ്ങനെ രണ്ട് രീതിയിൽ ദേവിയെ ആരാധിക്കുന്ന രൂപത്തിനാണ് വാമാചാരം ദക്ഷിണാചാരം എന്ന് പറയുന്നത്. സർവാപത്ത് നിവാരണ്യനമ. എല്ലാ ആപത്തുകളെയും അകറ്റുന്നവൾ ദേവി. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ദേവിയുടെ ചരണാരവിന്ദ സ്മരണ കൊണ്ട് എല്ലാ ദുഃഖങ്ങളും നമുക്ക് മാറുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈശ്വര ധ്യാനത്തിലൂടെ വരുമ്പോൾ കുറച്ചായിട്ട് നമ്മൾ ദുഃഖങ്ങളെ മറക്കാനും അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകും. ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് കിട്ടുന്നത് ഈശ്വര വിചാരത്തിലൂടെ മാത്രമാണ്. അതാണ് പറഞ്ഞത്. പിന്നെ എന്ത് കഷ്ടം വന്നാലും അമ്മയെ വിളിച്ചാലേ കരയാൻ സാധിക്കുള്ളൂ. നമ്മുടെ എല്ലാ അമ്മയാണ് ദേവി. അതുകൊണ്ട് സർവാപത്ത് നിവാരണ്യ നമഃ. സ്വസ്ഥാരീ നമഃ. സ്വാത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ. അതുകൊണ്ട് ഈ അശാന്തി ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപമായിരിക്കുന്നതും ദേവി തന്നെ, എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നതും ദേവി തന്നെ, ശാന്തസ്വരൂപമായിരിക്കുന്നതും ദേവി തന്നെ. സ്വസ്ഥാരീ നമഃ. സ്വഭാവ മധുരായ നമഃ. മധുരമായ സ്വഭാവമുള്ളവൾ ദേവി എന്ന് പറഞ്ഞാൽ ദേവി ഭക്തൻ അല്ലെങ്കിൽ ദേവി ഭക്ത എന്ന് അവകാശപ്പെടണമെങ്കിൽ മധുരമായ സ്വഭാവമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിൽ സംസാരിക്കണം, വിചാരിക്കണം, പ്രവർത്തിക്കണം. അതാണ് മധുരമായ സ്വഭാവം എന്ന് പറയുന്നത്. ചിലരെങ്ങനെയാണ്? എന്ത് വന്നാലും ദേഷ്യപ്പെടില്ല. അത് വളരെ ഒരു ഈശ്വരാനുഗ്രഹമുള്ളവർക്കേ സാധിക്കുള്ളൂ ദേഷ്യപ്പെടാതിരിക്കുന്നത്. എന്നാലും കഴിയുന്നതും ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ അപവാദം, പരദൂഷണം. അതാണ് ഏറ്റവും വലിയ ദൂഷ്യം. അത് അല്പം പോലും പാടില്ല. അതാണ് ശിവാനന്ദ ആദിശങ്കർ പറയുന്നത്. ഭക്തിയുടെ ലക്ഷണം എന്താണ്? ആദ്യത്തെ വാക്ക് തന്നെ പരദൂഷണത്തിന് തെല്ലും പതിരില്ല എന്നാണ് ആ ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നല്ല ശാന്തശീലത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് സ്വഭാവം മധുരായ നമഃ. ധീരായ നമഃ. ജ്ഞാനശക്തിയാർന്ന ദേവിക്ക് നമസ്കാരം. എന്താണ് ധീരൻ എന്ന് പറഞ്ഞാൽ? അദ്വൈത സിദ്ധാന്തം നമുക്ക് ഉണർത്തിക്കാൻ കഴിവുള്ളവൾ ദേവി. അപ്പൊ ഈശ്വര വിചാരത്തിൽ നമ്മൾ ദേവിയെ ഭജിക്കുന്നത് കൊണ്ട് ആ ദ്വൈതഭാവം നീങ്ങി അദ്വൈതഭാവം നമ്മുടെ ഉള്ളിൽ കുറച്ചായിട്ട് വരും. ധീര സമർത്ഥിതായ നമഃ. ധീരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്തെന്ന് മനസ്സിലാക്കിയവൻ ജ്ഞാനി. ജ്ഞാനികളാൽ ആരാധിക്കപ്പെട്ടവൾ. ചൈതന്യ കുസുമപ്രിയായ നമഃ. ചൈതന്യമാകുന്ന അർഘ്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവൾ ദേവി. ആത്മാവിനെ ചൈതന്യമായി ശുദ്ധബോധമായി കണ്ട് ധ്യാനിപ്പിച്ചുറക്കുകയാണെന്നർത്ഥം. വേറെ എവിടെയുമില്ല. നമ്മൾ ശിവാനന്ദരെ കണ്ടു. ഗവീരേ കാസാരേ അല്ലേ? പൂജയ്ക്കായ പുഷ്പത്തിന് വേണ്ടി കാടും മേടും നലയും ഒക്കെ അലഞ്ഞ് കഷ്ടപ്പെടുന്നു. പരമേശ്വര ആരും അറിയുന്നില്ല. വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും വിലപിടിപ്പുള്ളതുമായ ഒരു പുഷ്പമുണ്ട്. എന്താണ്? തൻ്റെ മനസ്സാകുന്ന പുഷ്പം. അതെടുത്ത് നിന്നിൽ അർപ്പിച്ചാൽ എത്ര എളുപ്പമാണ്. താല്പര്യം എന്താന്ന് പറഞ്ഞാൽ എത്ര വാങ്ങിച്ചാലും എത്ര അർച്ചന ചെയ്താലും മനസ്സ് ലയിച്ച് ചെയ്താൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. അതാണ് മനസ്സാകുന്ന പുഷ്പം കൊടുക്കാന്ന് പറയുന്നത്. ചൈതന്യ പുഷ്പം എന്ന് പറയുന്നത് അത് തന്നെ. തങ്ങളുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ ധ്യാനിച്ച് അതിനെ പൂജിക്കുന്നത്. ചൈതന്യ കുസുമപ്രിയായ നമഃ. സദോദിതായ നമഃ. എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവൾ ദേവി. പ്രകാശിച്ച് എപ്പോഴും സന്തുഷ്ടിയായിരിക്കുന്നവൾ. നമ്മളും ദേവിയെ ഭജിക്കുന്നത് കൊണ്ട് സദാ സന്തോഷത്തോട് തന്നെ ഇരിക്കും. ഘട്ടങ്ങൾ ദുഃഖങ്ങൾ വന്നാലും ആ താൽക്കാലികമായിട്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട സ്ഥിതി വരും.
പക്ഷെ അതല്ല സ്ഥിരം. ഇതിനപ്പുറമായിട്ട് നമുക്ക് ഇനിയും നന്മയുണ്ട് എന്നുള്ള ചിന്തയിൽ ഈശ്വര വിചാരത്തോടെ ഇരിക്കുന്നവർക്ക് സദാ സന്തോഷം ഉണ്ടാകും. സദോദിതായ നമഃ, സദാ തുഷ്ടായ നമഃ, എപ്പോഴും പ്രസന്നയായിരിക്കുന്നവൾ ദേവി. നോക്കി, ഏത് ദേവതാ സ്വരൂപം നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാണുകയാണ്. അതുകൊണ്ടാണ് അത് കാണുമ്പോൾ നമുക്കൊരു ആനന്ദം കിട്ടുന്നത്. തരുണാദിത്യ പാടലായ നമഃ, ഉദയസൂര്യനെ പോലെ നിറമുള്ള ദേവിക്ക് നമസ്കാരം. രാവിലെയുള്ള ഉയർന്ന ഉദയസൂര്യൻ എങ്ങനെ ചുമന്നിരിക്കുമോ അതുപോലെ ഉള്ളവൾ. അത് കാന്തിയെ കാണിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് അർത്ഥമുണ്ട്. ആത്മാ സ്വയം പ്രകാശി. അതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവൾ ദേവി എന്നർത്ഥം. ദക്ഷിണാരാധ്യായ നമഃ, ജ്ഞാനികളാലും അജ്ഞാനികളാലും ആരാധിക്കപ്പെട്ടവൾ ദേവി. ആരാണ് ജ്ഞാനി? സത്യമായ വസ്തു എന്തെന്ന് ഉണർവുള്ളവൾ ജ്ഞാനി. അതല്ലാതെ ഈ പ്രപഞ്ചമാണ് സത്യമെന്ന് വിചാരിക്കുന്നവർ അജ്ഞാനി. അങ്ങനെ പ്രപഞ്ചമാണ് സത്യം എന്നല്ലേ ഇത് മനസ്സിലാക്കുന്നവരെ, ഭാഷയിൽ കേൾക്കുന്നവരെ പലരും അങ്ങനെയല്ലേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളും അർച്ചിക്കുന്നത് നമ്മളാലും ആരാധിക്കപ്പെട്ടവൾ, സാധാരണ ജനങ്ങളാലും ആരാധിക്കപ്പെട്ടവൾ ദേവി. അതേസമയം ജ്ഞാനികളാലും ആരാധിക്കപ്പെട്ടവൾ ദേവി എന്നർത്ഥം. ദക്ഷിണാരാധ്യായ നമഃ. ദക്ഷിണ അദക്ഷിണ, ജ്ഞാനി അജ്ഞാനി. അജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്തവൻ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്നുള്ള ഉണർവ്. അപ്പൊ ഈശ്വര ആരാധന ചെയ്യുമ്പോൾ ബ്രഹ്മമാണ് സത്യം എന്ന് ഉണർവോടുള്ള ആരാധന ജ്ഞാനികളുടെ ആരാധന. അല്ലാതെ ഈ കാണുന്ന പ്രപഞ്ചമാണ് സത്യം എന്നുള്ള രീതിയിൽ മായക്കുള്ളിലിരിക്കുന്ന വസ്തുക്കളെ സത്യമായി വിശ്വസിച്ച് അപ്പോഴും നമ്മൾ മുക്തിക്ക് വേണ്ടി ആരാധിക്കുന്നു. അത് അജ്ഞാനികളുടെ ആരാണ്. അജ്ഞാനി എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത അർത്ഥത്തെ എടുക്കരുത്. ജ്ഞാനമില്ലാത്ത അവസ്ഥയ്ക്ക് അജ്ഞാനം. അപ്പൊ ബ്രഹ്മമാണ് സത്യം എന്നുള്ളത് ജ്ഞാനം, ഈ ലോകമാണ് സത്യം എന്നുള്ളത് അജ്ഞാനം. ആ രണ്ട് രീതിയിലുള്ളവർക്കും ആരാധിക്കാനുള്ളവളാണ് ദേവി. അജ്ഞാനികൾ 25-26 തത്വമായ ശബ്ദവും സഗുണബ്രഹ്മമായി ദേവിയെ ആരാധിക്കും. ജ്ഞാനികൾ 26 തത്വമായ ബ്രഹ്മമായി ദേവിയെ ആരാധിക്കുന്നത്. അതാണ് ദക്ഷിണാരാധ്യായ നമഃ. ദരസ്മേന മുഖാംബുജായ നമഃ, മന്ദഹാസമുദ്രമായ മുഖാംബുജത്തോട് കൂടിയവൾ ദേവി. ശംഖ് പോലെ വെളുത്ത മുഖം, സദാ പുഞ്ചിരിക്കുന്ന മുഖം, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഭംഗിയാർന്ന കണ്ണുകൾ, നല്ല മൂക്ക്, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ രൂപവർണ്ണന ആദ്യം കണ്ടു. ഇതെല്ലാം സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്, സൗന്ദര്യത്തിന്റെ ഉറവിടമാണ് ദേവി. അതുകൊണ്ട് ദരസ്പേന മുഖാംബുജായ നമഃ. ആ മുഖം കണ്ടാലേ മന്ദഹാസം, ചിരിക്കുന്നത്, ആ മന്ദഹാസിക്കുന്ന മുഖത്തോട് കൂടിയവൾ എന്നർത്ഥം. കൗലിനി കേവലായ നമഃ, കൗലന്മാരാൽ ആരാധിക്കപ്പെടുന്ന കേവലതത്വമായ ദേവിക്ക് നമസ്കാരം. കേവലതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം. കൗളമാർഗ സിദ്ധാന്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് അപരിഷ്കൃതമായ രീതിയിൽ കാട്ടുജാതിക്കാർക്കുള്ള ഒരു രീതിയിലാണ് ആരാധന വന്നുകൊണ്ടിരുന്നത്. അത് അവർ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഭാവിയിൽ അതിനെ വേറെ രീതിയിൽ ആളുകൾ അത് ഉപയോഗിക്കുകയും അത് വഴിമാറി പോവുകയും ചെയ്യുന്നുണ്ട്. കൗളമാർഗം കംപ്ലീറ്റ് ഇല്ലാതായി. ഇപ്പൊ കൗളമാർഗ സിദ്ധാന്തം ഇല്ല. അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് കൗളമാർഗത്തിൽ താല്പര്യമുള്ളവൾ. കൗലിനി കേവലായ നമഃ. അനർഘ കൈവല്യ പദദായിന്യേ നമഃ. അനർഘ കൈവല്യ പദം എന്ന് പറഞ്ഞാൽ മോക്ഷം. അതിനേക്കാൾ വലുതായിട്ട് ഒന്നില്ല എന്നർത്ഥം. അതിനെ നമുക്ക് നൽകുന്നവൾ. സ്തോത്രപ്രിയായി നമഃ. സ്തോത്രം ചെയ്യുന്നത് പ്രിയമുള്ളവൾ. അതാണ് നമ്മൾ ദേവി സ്തോത്രം ചെയ്യുമ്പോഴെല്ലാം നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. താല്പര്യം എന്താ? ദേവിക്ക് പ്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾക്കുള്ളിൽ കിട്ടുന്ന ആ സന്തോഷം. സ്തോത്രപ്രിയായി നമഃ. സ്തുതിമത്യേ നമഃ. സ്തുതിക്കപ്പെടുന്നവളായ ദേവി നമസ്കാരം. ആരെ സ്തുതിച്ചാലാണോ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും എല്ലാം നമുക്ക് ലഭിക്കുന്നത്, ആ സ്വരൂപത്തെ ദേവി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മം. ഈശ്വരനെ സ്തുതിച്ചാലേ നമുക്കത് കിട്ടുകയുള്ളൂ അല്ലേ? മനുഷ്യരെ സ്തുതിക്കുമ്പോൾ കിട്ടുന്നത് ടെമ്പററി, അതല്ല ഉദ്ദേശിക്കുന്നത്. ഈശ്വരനെ സ്തുതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആനന്ദം എന്നും നമുക്ക് നിലനിൽക്കുന്നത്. സ്തുതി സംസ്തുത വൈഭവായി നമഃ. മനസ്സിന്യേ നമഃ. ഉദാരവും സ്വതന്ത്രവുമായ ബുദ്ധിയോട് ആക്കുന്ന ദേവിക്ക് നമസ്കാരം. ഉദാരം എന്ന് പറഞ്ഞാൽ വളരെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ആര് വരുന്നു, എത്ര തരുന്നു, അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ദേവി ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല ആരെല്ലാം കാണിക്കിടുന്നുണ്ട്, ആരെല്ലാം കാണിക്കിടുന്നില്ല. അങ്ങനെയുള്ള ചിന്തയൊന്നും ദേവിക്കില്ല. എല്ലാവരും ഒരേപോലെ നോക്കി കാണുന്ന സ്വഭാവമുള്ളതാണ് ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞാൽ. ആ സമത്വഭാവം, അതാണ് ഈശ്വരാരാധന കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത്. ആ ചിന്ത നമ്മൾ വളർത്തി എടുത്താൽ തീർച്ചയായിട്ടും നമുക്കതിന് നന്മ ഉണ്ടാകും. മാനവധീനമ. ശ്രേഷ്ഠമായ അഭിമാനത്തോടു കൂടിയ ദേവിക്ക് നമസ്കാരം. മഹേശ്വരി നമഃ. മഹേശ്വരി എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ തനിക്ക് മീതെ ഒരു ശക്തി ഇല്ല എന്നർത്ഥം. ബ്രഹ്മം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ശക്തിയായതുകൊണ്ട് മഹേശ്വരി. മംഗളാകൃതി നമഃ. മംഗളരൂപിണിയായ ദേവിക്ക് നമസ്കാരം. എല്ലാത്തിനും
മംഗളത്തെ കൊടുക്കുന്നതിനാണ് സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കും. എല്ലാ മംഗളകാര്യത്തിനും മംഗളത്തെ കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊന്നും വലുത് ഇല്ലാന്ന്. വിശ്വമാത്രേ നമഃ, വിശ്വജനനിയായ ദേവിക്ക് നമസ്കാരം. ഈ വിശ്വം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഈശ്വരിയാണ്. അതുകൊണ്ടാണ് ജനനി എന്ന് പറയുന്നത്, ജഗന്മാത എന്ന് പറയാൻ കാര്യം. ജഗദ്ദാത്രേ നമഃ, ജഗത്തിനെ ധരിക്കുന്നവൾ ദേവി. ദേവി ജഗത്തിന് ആശ്രയമാണ്, അതുകൊണ്ട് ജഗത്തിനെ ധരിക്കുന്നു. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എല്ലാം ചെയ്യുന്നത് ദേവി തന്നെയാണ്. അതാണോ സൃഷ്ടികർത്തരെ ബ്രഹ്മരൂപാഗോത്രേ ഗോവിന്ദരൂപടി നമ്മൾ കണ്ടത്. അപ്പൊ ഈ ജഗത്തിന് ആധാരമായിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈശ്വര സ്വരൂപം ലളിതാ സഹസ്രനാമായതുകൊണ്ട് ദേവി. അത്രയും. വിശാലാക്ഷി നമഃ, വിശാല നേത്രങ്ങളുള്ളവൾ ദേവി. നല്ല വലിയ കണ്ണുകൾ, വലിയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിശാലമായ നേത്രത്തിന് വിശാല മനസ്സെന്ന് പറയില്ലേ എന്ന് കരുതി ഇത്ര വലിയ മനസ്സെന്നുള്ള അർത്ഥമല്ല, അല്ലേ? എല്ലാത്തിനെയും സമമായി കണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സ്, അതാണ് വിശാല മനസ്സ്. കൊടുക്കുന്നതിലും ഒരു ലുബ്ധില്ല, സഹായം ചെയ്യുന്നതിലും ഒരു പ്രയാസമില്ല, എല്ലാം നിറഞ്ഞ മനസ്സോടെ ചെയ്യും. പക്ഷേ ചെയ്തിട്ട് ചെയ്തു എന്ന് പറയും. അതാണ് വേണ്ടത്, അതാണ് പറയുന്നത്. കൊടുത്തിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർന്നു പറയരുത്. വലിയവരെല്ലാം എങ്ങനെയാണ് നമ്മുടെ പ്രവചനകർത്താക്കൾ വലിയവരെയൊക്കെ പറയുമ്പോൾ വേളുക്കുടി അദ്ദേഹം എല്ലാം അടിയേൻ ഞാനെന്ന് വാക്ക് പറയില്ല. പല വെള്ളിക്കിഴമ இந்த കോവിലിലെ അടിയേനുடைய പ്രഭാഷണം എല്ലാവരും. അപ്പോഴും ഞാൻ ഈശ്വരനെ താഴെ ഞാൻ അടിമയാണ്, ആ രീതിയിൽ പറയുള്ളൂ. അതാണ് മനസ്സ്, വിശാല മനസ്സ്. വിശാലാക്ഷി എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാവരെയും സമത്വമായി കണ്ട് എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം ചെയ്യുന്ന കണ്ണുകളോട് കൂടിയവൾ വിശാലാക്ഷി. അതാണ് അർത്ഥം. അല്ലാതെ വലിയ കണ്ണെന്നുള്ള അർത്ഥത്തിലല്ല, വിശാല മനസ്കത, നോട്ടം വിശാലം, ആ ഭേദമില്ല, ഭേദബുദ്ധി ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്നതാണ് ഈശ്വര സ്വരൂപം. വിശാലാക്ഷിയെ നമഃ. വീരാഗിന്യേ നമഃ, ആസക്തി ഇല്ലാത്ത ദേവിക്ക് നമസ്കാരം. ആസക്തിയിൽ ആർക്കാണ്? മായക്കുള്ളിലുള്ള വസ്തുക്കൾ. നമുക്കാണ് അത് വേണം ഇത് വേണം എന്നുള്ള ആസക്തി. ദേവിക്ക് അങ്ങനെ ഒന്നും ഇല്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം വാങ്ങുന്നു, അർച്ചിക്കുന്നു, കൊടുക്കുന്നു. അല്ലാതെ എനിക്ക് ഈ തുമ്പിക്ക് ആഹാരം ഇട്ടാലേ പറ്റുള്ളൂ എന്നൊന്നും ദേവി പറയുന്നില്ല. ഒരാസക്തിയും ദേവിക്കില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നർത്ഥം. പറഞ്ഞാൽ ദേവി ഭക്തനായിരിക്കുന്നവൻ അവന്റെ മനസ്സിലുള്ള ആസക്തിയെ കുറച്ച് കുറച്ചായിട്ട് കുറയ്ക്കണം. ആളഭ്യതം സാധിക്കില്ല. എത്രത്തോളം ആസക്തി കുറയുന്നുവോ അത്രത്തോളം ഈശ്വര വിചാരത്തിൽ നമുക്ക് ലയിക്കാൻ സാധിക്കും. എത്രത്തോളം ലയിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ മോക്ഷപ്രാപ്തിയിലോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ആസക്തി ഇല്ലാതാവുക. ആ ആളഭ്യതം ഇല്ലാതാവില്ല. അതുകൊണ്ട് കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരും. ഒരു സ്റ്റേജ് വരെ കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായി ആസക്തിയെ, ആസക്തി എന്ന് അറ്റാച്ച്മെന്റ്, അത്രയേ ഉള്ളൂ. പ്രഗത്ഭായേ നമഃ, പ്രപഞ്ചകാര്യങ്ങൾ ശക്തിയും സാമർഥ്യമുള്ളവൾ ദേവി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ രക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവെന്ന് പറഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് അർത്ഥം. പരമോദ്ധാരായ നമഃ, അത്യന്തം ഉദാരമായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ മഹത്വം, ശ്രേഷ്ഠത, കാരുണ്യം ഇതെല്ലാം അത്യധികം പ്രശംസിക്കുന്നതാണ്. അത്യധികം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതൊന്നും ഇല്ല എന്നർത്ഥം. കരുണാമയ്യാണ് ദേവി. ദേവിയുടെ മഹത്വം എത്ര എന്ന് പറയാൻ സാധിക്കില്ല, ശ്രേഷ്ഠത എത്ര എന്ന് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം ഏറ്റവും ഉയർന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതൊന്നും ഇല്ല എന്നർത്ഥം. പരമോദ്ധാരായ നമഃ, പരാമോദായ നമഃ, പരമാനന്ദ സ്വരൂപിണി. എന്താണ് പരമാനന്ദം? ജീവബ്രഹ്മൈക്യം, അതാണ് പരമാനന്ദം. മനോന്മയേ നമഃ, മനസ്സായി വിളങ്ങുന്ന ദേവിക്ക് നമസ്കാരം. എല്ലാവരുടെ ഉള്ളിലും ശുദ്ധമായ മനസ്സെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ശുദ്ധമായ മനസ്സെന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ദേവി ആരാധന അല്ലെങ്കിൽ ഈശ്വരാരാധന ചെയ്യുന്ന മനസ്സ്. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അല്പം പോലും വിദ്വേഷമോ ഭേദബുദ്ധിയോ ഇല്ലാത്ത മനസ്സ്, അതാണ് ശുദ്ധമായ മനസ്സ്. ആ മനസ്സുകൊണ്ട് മാത്രമേ ഈശ്വരി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം കിട്ടണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. വ്യോമകേശ്യേ നമഃ, ആകാശമാകുന്ന തലമുടിയോട് കൂടിയവൾ ദേവി. ആകാശമാകുന്ന തലമുടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് ആകാശം എന്ന് പറയുന്നത്. വിമാനസ്ഥായ നമഃ, വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. വിമാനത്തിന് സാധാരണ അർത്ഥത്തിന് പുറമെ ഉപാധിരഹിതമായ ബ്രഹ്മം എന്ന അർത്ഥമുണ്ട്. ഉപാധിരഹിതമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നോ ബൗണ്ടറി അറ്റാൾ, ഒരു പരിധിയില്ല. അതുകൊണ്ടാണ് സഭൂമി വിശ്വതോവൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് വേദം പറയുന്നത്. വജ്രന്യേ നമഃ, വജ്രായുധം ധരിച്ച ദേവിക്ക് നമസ്കാരം.
ദേവിയുടെ കയ്യിലുള്ള ഒരു ആയുധം. വാമകേശ്വരിയെ നമഃ. വാമകേശ്വര തന്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഈശ്വരിയായ ദേവി. ഓരോ തന്ത്രം ദേവി ആരാധന വാമകേശ്വര തന്ത്രമുണ്ട്. വാമകേശ്വര തന്ത്രത്താൽ ആരാധിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പഞ്ചയജ്ഞ പ്രിയായി നമഃ. പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിയുള്ളവൾ. എന്താണ് പഞ്ചയജ്ഞം? ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഇതാണ്. അതായത് ഈശ്വരാരാധന ചെയ്യുക, തത്നാദി കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യരെ സഹായിക്കുക, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാമാണ് ഈ 5 യജ്ഞത്തിലും പ്രിയമുള്ളവൻ എന്ന് പറഞ്ഞാൽ. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് യജ്ഞം. പഞ്ചപ്രേത മഞ്ചാതി ശായിന്യേ നമഃ. നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അതാണ് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്ന പലക. അതിനപ്പുറത്തെ ശിവം എന്ന മഞ്ചം. ആ മഞ്ചത്തിന്റെ പുറത്തിരിക്കുന്നതാണ് ആദിപരാശക്തി. അങ്ങനെ ഒരു പടം നമ്മൾ പൂജാമുറിയിൽ പലരുടെ വീട്ടിലും കാണാൻ പറ്റും. അപ്പൊ എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം നീങ്ങി അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇനാക്റ്റീവ് സ്റ്റേജാണ്. ഒരു പ്രവൃത്തിയുമില്ല. എല്ലാം സമുദ്രത്തിനടിയിൽ ആയി ദേവി തന്റെ ഉദരത്തിൽ വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അടുത്ത സൃഷ്ടി തുടങ്ങുന്നത് വരെ അവിടെ നിശ്ചലമായ ഒരു അവസ്ഥ. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തും ആക്റ്റീവായിരിക്കുന്നത് ദേവി ആയതുകൊണ്ടാണ് പഞ്ചപ്രേത മഞ്ചാതി ശായിന്യേ നമഃ. പഞ്ചമ്യേ നമഃ. സദാശിവപത്നിയായ ദേവിക്ക് നമസ്കാരം. പഞ്ചഭൂതേശ്വരേ നമഃ. പഞ്ചഭൂതങ്ങൾക്ക് അതീശ്വരമായ ദേവിക്ക് നമസ്കാരം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾക്ക് അതീശ്വരമായിരിക്കുന്നത് ഈശ്വര സ്വരൂപം. പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ. 5 കാര്യങ്ങളാൽ ആരാധിക്കപ്പെട്ടവൾ. കേൾക്കുമ്പോൾ എന്തോ പുതിയ പദം തോന്നും. വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം. ഇതാണ് പഞ്ചസംഖ്യ. വളരെ എളുപ്പത്തിൽ ചെറിയ കാര്യം മതി. ഗന്ധം, ഒരു ചന്ദനം. പുഷ്പം, ഒരു പുഷ്പം. ധൂപം, ദീപം, നിവേദ്യം. ഈ 5 വസ്തുക്കളാൽ ആരാധിക്കപ്പെട്ടവൾ. അതാണ് പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ. കേൾക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നും. നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കരദീപം കാണിച്ചാലും മതി, ഒരു സാമ്പ്രാണി, ഒരു പുഷ്പം, ഒരു എന്തെങ്കിലും ഒരു നൈവേദ്യം, ഇത്രയും മതി ഈശ്വരിക്ക് പ്രീതി ഉണ്ടാക്കണം. പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ. ശാശ്വത ഐശ്വര്യായ നമഃ. ശാശ്വതമായ ഐശ്വര്യത്തോടു കൂടിയവൾ ദേവി. ശാശ്വതമായ ഐശ്വര്യം എന്നുള്ളത് ഈശ്വരൻ. ബ്രഹ്മജ്ഞാനം, അതാണ് ശാശ്വതമായ ഐശ്വര്യം. നിത്യായ ദേവിക്ക് ശാശ്വത്യേ നമഃ. നിത്യായ ദേവിക്ക് നമസ്കാരം. എന്നും ഇരിക്കുന്നത് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് നിത്യായ ദേവി. ആ വിചാരത്തിലിരിക്കുന്നവന് ഐശ്വര്യവും നിത്യമായി ഉണ്ടാകുന്നു. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ആയുസ്, ആരോഗ്യം, അവസരം, ഇത് 3ഉം വേണം. എങ്കിലേ സാധിക്കൂ. അല്ലാതെ എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആരോഗ്യമില്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കില്ല. ആരോഗ്യമുണ്ട്, ആയുസ്സില്ലെങ്കിലും. ആരോഗ്യവും ആയുസ്സുമുണ്ട്, അവസരമില്ലെങ്കിലും. ഇത് 3ഉം വേണം. എല്ലാം തന്നാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ഉണ്ടാകണം. അതാണ് ഐശ്വര്യം. നിത്യമായ ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ ദേവി. ശർമ്മദായേ നമഃ. ശാന്തിയും ആനന്ദവും ഉടലെടുത്തവൾ ദേവി. ഈശ്വരാരാധന കൊണ്ട് നമുക്ക് കിട്ടുന്നത് ശാന്തിയും ആനന്ദവും. ശംഭു മോഹിന്യേ നമഃ. ശിവനെ മോഹിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. കാമദേവനെ എരിച്ച പരമേശ്വരന് പോലും മോഹത്തെ ഉണ്ടാക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ദേവിയുടെ പ്രഭാവത്തിന്റെ ആ മുഗ്ധന്റെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അതിനേക്കാളും ഒരു മന്ദിരം വരുന്നില്ല. പരമേശ്വരനെ പോലും മോഹിപ്പിക്കാൻ കഴിവുള്ളവൾ. ധരായേ നമഃ. ജീവജാലങ്ങളെ ധരിക്കുന്ന ഭൂമിയായ ദേവിക്ക് നമസ്കാരം. നമ്മളെല്ലാം താങ്ങി നിർത്തുന്നത് ഭൂമിയാണ്, അല്ലേ? അതല്ലേ നമ്മൾ സ്വാതന്ത്ര്യം ഭൂമിരേവാവലംബനം ത്വയി ജാതാപരാധാനാം ത്വമേവ ശരണം ശിവേ ശിവേ ശിവേ. നമ്മൾ എത്രയാ ചവിട്ടിക്കൊണ്ടാണ് ഭൂമിയിൽ പോകുന്നത്, അല്ലേ? ചവിട്ടി നടക്കുന്നു ഭൂമിയെ, അതിനെ കുത്തി നോവിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്താലും കാൽ തെറ്റി വീണാൽ നമ്മളെ താങ്ങുന്നത് ആരാണ്? ഇതേ ഭൂമാദേവിയാണ്. ഭൂമോ സ്കലിതപാദാന. ഭൂമിയെ ചവിട്ടി നടക്കുന്നവരായാലും കാല് തെറ്റി വീണാൽ നമ്മളെ താങ്ങുന്നത് ഭൂമാദേവിയാണ്. അതേപോലെ തുരിജാത അപരാധാന. ഞാൻ ചെയ്തിട്ടുള്ള അപരാധങ്ങളെല്ലാം പുറത്ത്
ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവ എന്ന് നീട്ടി പറഞ്ഞാൽ ദേവി. അതാണ് ശിവേ ശിവേ ശിവേ. തിരിച്ചു പറയണം, ചേർത്ത് പറയാൻ പാടില്ല. ശിവേ ശിവേ നമ്മൾ വേറെമാരുള്ള പദമായിട്ട് തോന്നും. അതുകൊണ്ട് ശിവേ 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 3 ടോണിൽ പറഞ്ഞാൽ കറക്റ്റ് അർത്ഥമായിരിക്കും. കാരണം എല്ലാ ജീവജാലങ്ങളും താങ്ങി നിർത്തുന്നതാണ് ഭൂമി. അതാണ് ഭൂമിയോളം ക്ഷമ വേണം എന്ന് പറയാൻ സാധിക്കും. ഭൂമിയോളം ക്ഷമ വേണം എന്ന് പറയാൻ കാര്യം, ക്ഷമയ്ക്ക് ഉദാഹരണമായി പറയുന്നത് ഭൂമാദേവി. നമ്മളെല്ലാം താങ്ങി നിർത്തുന്ന ഭൂമാദേവിയുടെ സ്വരൂപത്തിലിരിക്കുന്ന ആരാ? ആ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ധരായേ നമഃ, ധരസുതായേ നമഃ, ഹിമവത് പുത്രിയായ ദേവിക്ക് നമസ്കാരം. ധന്യായേ നമഃ, അനന്തമായ ധനസൗഭാഗ്യമുള്ളവൾ. അനന്തമായ ധനസൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത നൃത്തം. എത്ര തന്നാലും തീരാത്ത അനുഗ്രഹത്തോടു കൂടിയതാണ് ഈശ്വര സ്വരൂപം. ഞാൻ പറഞ്ഞ മാതിരി ഒരു ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെ? ഒരു പരിധി വരെ കൊടുക്കാം, അത് കഴിഞ്ഞാൽ തീർന്നു പോകും. പക്ഷേ ദേവിയുടെ കടാക്ഷത്തിന് ഒരു അതിരുമില്ല. കാരണം എത്ര പേര് തൊഴുതു കഴിഞ്ഞു, എത്ര പേര് തൊഴുതുകൊണ്ടിരിക്കുന്നു, എത്ര പേര് തൊഴാൻ പോകുന്നു, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നതാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് ധന്യായ നമഃ, ധർമ്മിണ്യേ നമഃ, ധർമ്മസ്വരൂപിണിയാണ് ദേവി. ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന കടമ. ഡു വൺസ് ഡ്യൂട്ടി ഈസ് കോൾഡ് ധർമ്മ. അതാണ് ശരിക്കുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ. നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരന് വല്ലതും കൊടുക്കുന്നു, അത് ധർമ്മത്തിന്റെ ഒരു ഭാഗം. അത് മാത്രം ധർമ്മമല്ല. ഭിക്ഷക്കാരന് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, കൊടുക്കാൻ പാടില്ല എന്നല്ല. അതോടെ ധർമ്മം ഞാൻ ചെയ്തു എന്ന് വിചാരിക്കേണ്ട. അവനവന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ കളിക്കണം, എല്ലാ അക്രമവും ചെയ്യും. കുട്ടിയുടെ സ്വഭാവം വലുതായി കഴിഞ്ഞാൽ പഠിച്ച് വളർന്ന് ഉദ്യോഗമായി, കല്യാണമായി, പ്രജോത്പത്തിയായി അച്ഛനമ്മമാരെ കഴിയുന്നത്ര വീട്ടിൽ വെച്ച് സംരക്ഷിച്ച്, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കഴിയുന്നത്ര എന്ന് പറയാൻ കാര്യം, അമേരിക്കയിൽ ജോലി, ഇവർക്ക് പോകാൻ പറ്റില്ല, ആരോഗ്യമുണ്ട്, ചിലർക്ക് ആ അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ എത്ര 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ ഞാൻ കരവന വീട് വിട്ട് പോയില്ല. എനിക്ക് അതിനോട് അത്ര ഒരു സെന്റിമെന്റ് അറ്റാച്ച്, അത്ര പാടുപെട്ടാണ് അത് കിട്ടിയത്. തിരുവനന്തപുരം വിട്ട് ഞാൻ പോയില്ല, ഉറപ്പാണ്. ഇങ്ങനെ പലരും ഉണ്ട്. ഇതുപോലൊരു സ്വർഗമായ ഒരു സ്ഥലം ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് അനുഭവിച്ചവർക്കറിയാം. പോയവർക്ക് പറയുന്നു, അയ്യോ തിരുവനന്തപുരത്ത് ഒന്നാമത് വെള്ളം, ഒരു സ്ഥലത്തും ഇത്രയും ശുദ്ധമായിട്ടില്ല. എപ്പോഴും ബാംഗ്ലൂരിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചു വന്നു. പക്ഷെ ഇവിടെ അങ്ങനെ എഴുതില്ല. പത്മനാഭന്റെ അനുഗ്രഹത്തിൽ എല്ലാവരും പരമസൗഖ്യത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ്. അറ്റാച്ച്മെന്റ് നമുക്കുണ്ട്, അതുകൊണ്ടില്ല. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അച്ഛനും അമ്മയെ നോക്കാതെ, കാരണം ഇതൊക്കെ ചെയ്യുന്ന കുന്താനമ പറഞ്ഞുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. കുന്താനം പറയുന്നു. ഈ സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്ന അവർക്കറിയാം. അത് ചെയ്തില്ലെങ്കിൽ ആ പുത്രന്റെ ധർമ്മം അത് ഇല്ല. പിന്നെ എത്ര കോടി അർച്ചന ചെയ്താലും, എത്ര പുണ്യക്ഷേത്രത്തിൽ പോയാലും, എത്ര പുണ്യനദിൽ മുങ്ങിയാലും ഒരു പ്രയോജനവുമില്ല. അടിച്ചു തന്നെ പറയണം, അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത ഒരുത്തനും ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ് ധർമ്മം. അവർക്ക് പ്രാണൻ പോയാൽ കർമ്മം ചെയ്ത് അവരെ ആ പിതൃകാര്യം ചെയ്ത് പിതൃലോകത്ത് എത്തിക്കണം. ഇതൊക്കെയാണ് ധർമ്മം. ഇതേപോലെ ഒരു സ്ത്രീ എന്തെല്ലാം ധർമ്മമുണ്ട്. ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മം, സഹോദരിയായിരിക്കുമ്പോൾ സഹോദരിയുടെ ധർമ്മം, അല്ലേ? അമ്മയാവുമ്പോൾ അമ്മയുടെ ധർമ്മം, അമ്മായി അമ്മയാവുമ്പോൾ അമ്മായി അമ്മയുടെ ധർമ്മം. അമ്മായി അമ്മയായിട്ടല്ല, അമ്മായി അമ്മയായിട്ടുള്ള ധർമ്മം അത് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയുള്ളൂന്നല്ലാതെ എന്തെങ്കിലും എല്ലാം വേണ്ടാത്ത തന്നെയായിട്ട് അമ്പലത്തിൽ കൊണ്ട് ഉണ്ടിയിൽ പൈസ ഇട്ടത് കൊണ്ടോ പാവപ്പെട്ടവർക്ക് പണം കൊടുത്തത് കൊണ്ടോ ഒന്നും അതിൻ്റെയൊക്കെ പുണ്യം കിട്ടും. പക്ഷേ ധർമ്മം ചെയ്യാത്തതിന്റെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും പാപം. അതാണ് ഇപ്പൊ അവസാനം നമ്മൾ നോക്കമാണ്. വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണ ദേ ശ്രീ മഹാദേവ ശംഭോ. വിഹിതം അവിഹിതം, ഡു ഡോൺ, ഒരു 9 ഐറ്റം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് നമ്മൾ വിഹിതം അവിഹിതം, അത് നമ്മൾ ചെയ്യുന്നത് വിഹിതമാണോ അവിഹിതമാണോ എന്നുള്ളത് അവരവർ സെൽഫ് അസസ്മെന്റ് നടത്തും. കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് ധർമ്മിണീനമാ, ധർമ്മസ്വരൂപിണി എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യുന്നവന് മാത്രമേ ആ സാക്ഷാത്കാരത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ധർമ്മത്തിന് ഉറവിടമായിരിക്കുന്നവൾ ഈശ്വര സ്വരൂപം നടത്താം. ധർമ്മവർദ്ധിന്യേനമഃ, നമ്മുടെ ധർമ്മത്തെ വളർത്തുന്നവൾ ദേവി. അപ്പൊ എന്താണ്? നമ്മൾ ഈശ്വര വിചാരം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ ഞാൻ ആരാണ്, എന്റെ കടമ എന്താണ്, ഞാൻ ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് ഉണർവ് വന്ന് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവൻ എന്ന് പറഞ്ഞാൽ അവൻ അവൾ എല്ലാം ചേർന്നത് തന്നെ. ലോകാതീതായ നമഃ, പ്രപഞ്ചത്തിന് അതീതമായി വർത്തിക്കുന്ന ദേവി നമസ്കാരം.
കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്കുള്ളിലായിപ്പോ ഇതിക്ക് അതീതമാണ് ഈശ്വര സ്വരൂപം എന്നർത്ഥം. ലോകാതീതായ നമഃ, ഗുണാതീതായ നമഃ. ഗുണങ്ങൾക്ക് അതീതമായവൾ ദേവി. സത്വം രജസ് തമസ് 3 ഗുണങ്ങളോടുള്ളത് മായക്കുള്ളിലുള്ള വസ്തുക്കൾ. ഇവിടെ ഗുണത്തിന് അതീതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 26 തത്വമായ ബ്രഹ്മം മായക്ക് അതീതമായത്. സർവാതീതായ നമഃ, എല്ലാത്തിനെയും അതിക്രമിച്ചിരിക്കുന്നവൾ ദേവി. കാരണം എന്താ? ദേവിയെ അതിക്രമിച്ച ഒന്നുമില്ല, പക്ഷെ എല്ലാത്തിനെയും അതിക്രമിച്ചിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. ശമാത്മികായ നമഃ, ശമസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ആനന്ദ സ്വരൂപിണി എന്നർത്ഥം. ബന്ധുക കുസുമപ്രഖ്യായ നമഃ, ബന്ധുക പുഷ്പം പോലെ ചുവപ്പ് നിറമുള്ള ദേവിക്ക് നമസ്കാരം. ബന്ധുക പുഷ്പം, ചുമന്ന പുഷ്പം, അതുപോലെ നിറത്തോട് കൂടിയവൾ. ഈ ചുവപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രജോ ഗുണം, അതാണ് ചുവപ്പ്. ബാലായ നമഃ, ബാലികാരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ബാലാത്രിപുര സുന്ദരി എന്ന് പറഞ്ഞില്ല, മഹിഷാസുര വധത്തിന് ബാലാത്രിപുര സുന്ദരിയായിട്ടാണ് ആദ്യം വരുന്നത്. ലീലാ വിനോദിന്യേ നമഃ, പ്രപഞ്ചലീലയിൽ വിനോദം കൊള്ളുന്നവൾ ദേവി. പ്രപഞ്ച ലീല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് ഒരു ലീലയായി കൊണ്ടവൾ ദേവി എന്നർത്ഥം. സുമംഗല്യേ നമഃ, അത്യന്ത മംഗള സ്വരൂപിണിയാണ് ദേവി. സുഖകര്യേ നമഃ, സുഖം നൽകുന്ന ദേവി നമസ്കാരം. സുഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം, ആത്മാനന്ദം, ആത്മീയമായ അർത്ഥം. ലൗകികമായി നോക്കിയാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു, അതാണ് സുഖം. എങ്ങനെയുണ്ട്? സുഖം തന്നെ എന്നല്ല ആദ്യമേ ചോദിക്കുന്നു. നീ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആരും ചോദിക്കില്ല. കണ്ടോണ്ടേ അത് ഫൈൻ, സുഖം തന്നെ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. സുഖമോ അസുഖമോ എന്ന് പറയും. അങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുഖമില്ലാതെ അർത്ഥം. എന്നാലും നമ്മള്, കാരണം എന്താ? ഈശ്വര ധ്യാനത്തിൽ ഇരിക്കുന്നവൻ, ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നവൻ ഒരിക്കലും അവന് ഒരു പ്രയാസവും ഉണ്ടാവില്ല. പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസത്തെ അതിജീവിക്കാൻ അവന് സാധിക്കുന്ന. സുഖകര്യേ നമഃ, സുവേഷാഢ്യായ നമഃ, ശ്രേഷ്ഠ വസ്ത്രങ്ങൾ അണിഞ്ഞ ദേവിക്ക് നമസ്കാരം. ഈ വസ്ത്രം, ആഭരണം, ഇതെല്ലാം സന്തോഷത്തിന്റെ ഉറവിടം. അതാണ് ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ. നമുക്ക് കണ്ടിട്ടുള്ള ഓരോ ദേവി സ്വരൂപിക്കും. പിന്നെ പാർവതി ആണെങ്കിൽ പച്ച, സരസ്വതി ആണെങ്കിൽ വെള്ള, ലക്ഷ്മി ആണെങ്കിൽ ചുവപ്പ്. ഇങ്ങനെ പലവിധമായ വസ്ത്രങ്ങൾ എന്താണ് കാണുന്നത് പറഞ്ഞാൽ ഈ നിറപ്പകിട്ട് ഇതെല്ലാം കാണുമ്പോഴുള്ള ആനന്ദം, സന്തോഷത്തിന്റെ പ്രതീകരണം. സുവാസിൻ അർച്ചന പ്രീതായ നമഃ, സുമംഗലികളുടെ ആരാധന കൊണ്ട് സന്തോഷിക്കുന്ന ദേവിക്ക് നമസ്കാരം. കാരണം എല്ലാ സുമംഗലികളെയും ദേവി സ്വരൂപമായി ധ്യാനിച്ചാണ് പൂജ ചെയ്യുന്നത്, സുമംഗലി പൂജ ചെയ്യുന്നത്. സുവാസിനി പൂജ പല സ്ഥലത്തും 100-200 കണക്കിനൊക്കെ ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. നമ്മളും ദേവി മഹാത്മ്യം യജ്ഞം നടത്തുകയാണെങ്കിൽ സുവാസിനി പൂജയൊക്കെ നമ്മൾ ചെയ്യും, അല്ലെ? സപ്തമാതൃ പൂജ നമ്മൾ ചെയ്യും. ആശോഭനായ നമഃ, നിത്യസുന്ദരിയായ ദേവിക്ക് നമസ്കാരം. സൗന്ദര്യത്തിന്റെ ഉറവിടമാണ്. ഇങ്ങനെ എന്തെല്ലാം ലക്ഷണശാസ്ത്രത്തിൽ സ്ത്രീരൂപത്തെ വർണ്ണിക്കുന്നുവോ, സൗന്ദര്യത്തിനെ വർണ്ണിക്കുന്നുവോ, അതിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ദേവിയാണ്. അതിസുന്ദരി. ശുദ്ധ മാനസായ നമഃ, എന്തുകൊണ്ട് അതിസുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സോട് കൂടിയവൾ ദേവി എന്നാണ്. എന്ന് പറഞ്ഞാൽ ദേവി ആരാധന ചെയ്യുന്നത് കൊണ്ട് ആ ഭക്തന്റെ മനസ്സും പരിശുദ്ധമായ മനസ്സായി മാറുന്നു. ബിന്ദു തർപ്പണ സന്തുഷ്ടായ നമഃ, ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ദേവി. ബിന്ദു അഥവാ ശ്രീചക്രം, ശ്രീചക്രത്തിന്റെ മധ്യത്തിലാണ് ആ ബിന്ദു പരാമുള്ള ശക്തി ഇരിക്കുന്നത്. അതിൽ തന്നെ അർപ്പിക്കുക, അതിൽ ലയിച്ച് ആ രൂപമായി മാറിയിട്ടാണ് ശ്രീചക്ര ആരാധന ചെയ്യുന്നത്. ബിന്ദു തർപ്പണ സന്തുഷ്ടായ നമഃ. പൂർവജായ നമഃ, എല്ലാവർക്കും മുമ്പുള്ളവൾ ദേവി. ദേവിക്ക് മുമ്പ് ഒന്നില്ല, ബ്രഹ്മമാണ് ആദ്യം. അത് എത്ര വരെ ഉണ്ട്? അതുകൊണ്ട് അനാദി എന്ന് പറയാൻ കാര്യം. ആദ്യമില്ല, അന്തവുമില്ല എന്നർത്ഥം. ത്രിപുരാംബികായ നമഃ, ത്രിപുരാംബികായ ദേവിക്ക് നമസ്കാരം. ശ്രീചക്രത്തിലെ 8ാമത്തെ ചക്രത്തിന്റെ അഭിമാന ദേവതയാണ് ത്രിപുരാംബിക. ഓരോ ആരാധന വരുമ്പോൾ നമ്മൾ ശ്രീചക്ര ഉപാസന ചെയ്യുന്നത് ഒരു പ്രത്യേകം പഞ്ചദശാക്ഷരി മന്ത്രം ഉപദേശം വാങ്ങി ആ ശ്രീചക്ര ആരാധനയ്ക്ക് ശ്രീവിദ്യാ മന്ത്രം, ശ്രീവിദ്യാ യന്ത്രം, ശ്രീവിദ്യാ തന്ത്രം. ശ്രീവിദ്യാ മന്ത്രമാണ് പഞ്ചദശാക്ഷരി മന്ത്രം, ശ്രീവിദ്യാ യന്ത്രമാണ് ശ്രീചക്രം, ശ്രീവിദ്യാ തന്ത്രം ശ്രീചക്രത്തിന്റെ ആരാധന. 3 പേരുമായ പ്രസ്ഥാനമുണ്ട് ശ്രീചക്ര ആരാധനയ്ക്ക്. കൈലാസ പ്രസ്ഥാനം, മേരു പ്രസ്ഥാനം, ഭൂപ്രസ്ഥാനം. അതൊരു വലിയ ഒരു ബിഗ് സബ്ജക്റ്റാണ്. ആരാധനാ രീതി എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ദശമുദ്ര സമാരാധ്യായ നമഃ, 10 മുദ്രകളാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. കൈവിരലുകൾ കൊണ്ട് ദേവിയുടെ മുദ്ര കാണിക്കുന്നതാണ്
അത് ഓരോ മുദ്രയുണ്ട്. ആ താന്ത്രിക രീതിയിൽ പൂജ ചെയ്യുന്നവർ ചെയ്യുന്ന മുദ്രകളാണ്. 10 മുദ്രകളുണ്ട് ദേവിക്ക് പ്രധാനമായിട്ടുള്ളത്. അതിൽ താന്ത്രികമായി പൂജ ചെയ്യുന്നവരെല്ലാം ആ മുദ്രകൾ കാണിക്കും. ആ മുദ്രയാൽ ആരാധിക്കപ്പെട്ടവൾ ത്രിപുര ശ്രീ വശങ്കരീ നമഃ. ത്രിപുരങ്ങളുടെ അതീശ്വരിയായ ദേവിക്ക് നമസ്കാരം. ഈ ത്രിപുരം എന്ന് പറയുന്നത് ശ്രീചക്രത്തിലെ 5ാമത്തെ ചക്രമായ സർവാർത്ഥ സാധക ചക്രം. അതിന്റെ അതിദേവതയാണ് ത്രിപുര. ഓരോ ചക്രത്തിലും ഓരോ ദേവതയെ 43 കോണിലും ഓരോ ദേവതയെ പ്രതിഷ്ഠിച്ചാണ് ശ്രീചക്ര ആരാധന ചെയ്യുന്നത്. ജ്ഞാനമുദ്രായ നമഃ. ജ്ഞാനത്തിന്റെ ആനന്ദം നൽകുന്ന ദേവിക്ക് നമസ്കാരം. തള്ളവിരലും ചുണ്ടുവിരലും കൂട്ടി ഒരു വൃത്തമുണ്ടാകുന്ന വിധം ഘടിപ്പിച്ച് മറ്റു 3 വിരകൾ നിവൃത്തി വിടുന്നതാണ് ജ്ഞാനമുദ്ര. ഇതാണ് ജ്ഞാനമുദ്ര. ഈ തള്ളവിരലും ചെറുവിരലും കൂട്ടി വൃത്താകുന്നതിനടുത്ത് 3 ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് ജ്ഞാനമുദ്ര. ഈ ജ്ഞാനമുദ്രയെ കൊടുക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യം വരണമെങ്കിൽ അഹങ്കാര കർമ്മം മായ എന്നുള്ളത് മാറി നിൽക്കണം എന്നർത്ഥം. എപ്പോൾ ഇതായോ അപ്പൊ ഈ 3 മുമ്മലകളും നമ്മളിൽ നിന്നും അകന്നു പോകും. ജ്ഞാനഗമ്യായ നമഃ. ജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ് ജ്ഞാനം. സത്യമായ വസ്തു ബ്രഹ്മം. ഇത്രയേ ഉള്ളൂ. ജ്ഞാനഗമ്യായ നമഃ. ജ്ഞാതൃജ്ഞേയ സ്വരൂപിണ്യേ നമഃ. അറിയുന്നവനും അറിയേണ്ട വസ്തുവും ആയിരിക്കുന്നവൾ ദേവി. ആരാണ്? ബ്രഹ്മമാണ് സത്യം എന്നുള്ളത് നമ്മളാണ് അറിയേണ്ടത്. ആ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അത് തന്നെയാണ്. അപ്പൊ ബ്രഹ്മമാണ് സത്യം എന്ന് അറിയപ്പെടുന്ന ബ്രഹ്മവും ദേവി തന്നെ. ബ്രഹ്മമാണ് സത്യം എന്ന് അറിയപ്പെടുന്ന നമ്മളും ബ്രഹ്മം തന്നെ. ത്രികണ്ഠേശ്വരി നമഃ. ത്രികണ്ഠത്തിന്റെ ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. ഈ ത്രികണ്ഠേശ്വരൻ എന്ന് പറയുന്നത് ഒരു മുദ്രയാണ് ദേവി ആരാധനയിൽ വരുന്നത്. അത് പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ ഈശ്വരി ആരാധിക്കുന്നത് ശ്രീവിദ്യ ശ്രീചക്ര ആരാധനയിൽ വരുന്ന ഒരു കാര്യം. ത്രിഗുണായേ നമഃ. 3 ഗുണങ്ങളുടെ രൂപത്തിലുള്ളവൾ ദേവി. 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ സാത്വികമായ ചിന്ത. രജോ ഗുണം എന്ന് പറഞ്ഞാൽ കോപം, പ്രതികാര ബുദ്ധി, അല്ലെ, വൈരാഗ്യം, ഇതെല്ലാം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ വിശപ്പ്, ദുഃഖം, ദാഹം, എല്ലാത്തിനും പുറമെ അലസത. അതാണ് ഏറ്റവും വലിയ ദൂഷ്യം. അല്ലെ, എന്ത് ചെയ്താലും നമ്മളൊരു നല്ല കാര്യത്തിന് പോണം ഇറങ്ങി ചെറുതായിട്ട് മാനം കറുത്ത് ഇടിപെട്ട് കഴിഞ്ഞാൽ വേണ്ട, മഴ വരുന്നു. കാരണം എന്തായി? 14 പേർ നമ്മുടെ ഉള്ളിലിരിക്കുന്നല്ലോ. ഇതെങ്ങനെയെങ്കിലും പോയി എന്തെങ്കിലും എൻ്റെ പ്രവചനം കേട്ടാൽ നന്നായി പോകുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. നന്നായി പോയാൽ അവരടക്കി പോകും. അവരത് വിടില്ല. അവരുടെ ഡോമിനേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെപ്പോഴും നമ്മളെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. 14 പേർ. ഇതാണ് അലസത. ഏതൊരു കാര്യം ചെയ്താലും നാളത്തേക്ക് മാറ്റി വെക്കുന്നത് അലസത. നന്മേ ചെയ്യുங்கள், നന്റും ഇന്ദ്രേ ചെയ്യുங்கள், ഇന്ദ്രും ഇங்கே ചെയ്യുங்கள், ഇങ്ങും ഇപ്പവേ ചെയ്യുங்கள் എന്ന് പറയണേ. അങ്ങനെ ആയിപ്പോയി. അപ്പോ ഈ അലസതയാണ് തമോ ഗുണം. 3 ഗുണത്തിന്റെ പ്രതീകമായിട്ട് നമ്മളെപ്പോഴും മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ചതാണ് ഈശ്വര സ്വരൂപം. ഇതിനായി ആരാധിക്കാനായിട്ട്. ശരിക്കും ബ്രഹ്മത്തിന് ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഗുണാതീതായ നമഃ, നിർഗുണായ നമഃ എന്നുള്ള പദമൊക്കെ നമ്മൾ പറഞ്ഞത്. അങ്ങനെ 3 ഗുണങ്ങളോട് കൂടിയവൾ ആർക്ക്? നമുക്ക് ആരാധിക്കാൻ വേണ്ടി 25ാമത്തെ തത്വമായ ശബ്ദബ്രഹ്മം സഗുണബ്രഹ്മം എന്ന രൂപത്തിൽ ഇരിക്കുന്നവൾ. അംബായി നമഃ. അമ്മ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവർക്കും അറിയാം. ലോകത്തെ എത്ര സ്വന്തം ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അമ്മ എന്നുള്ളത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണ്. അതിന് സമം എന്ന് പറയാൻ ആർക്കും സാധിക്കും. അമ്മ തരുന്ന വാത്സല്യം തന്നെയാണ്. അതുകൊണ്ട് ആരും അനാഥനാണ്, അമ്മയില്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാവർക്കും അമ്മയുണ്ട്. ആരാണ്? മാതാജ പാർവതി ദേവി, പിതാദേവോ മഹേശ്വര. പാർവതിയാണ്. പാർവതി എന്ന് പറഞ്ഞാൽ ദേവി. ലക്ഷ്മി അമ്മയല്ലേ? ആ അർത്ഥത്തിലല്ല എടുക്കണം. എല്ലാവർക്കും അമ്മയാണ് ദേവി. അതുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത്. അംബായി നമഃ. ത്രികോണകാരി നമഃ. ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. ആ മൂലാധാരത്തിലും സഹസ്രാര പത്മത്തിലും ബ്രഹ്മരത്നമുണ്ട്. മൂലാധാരത്തിൽ 3 കോണാണ്, അത് ത്രികോണം. ശ്രീചക്രത്തിന്റെ നടുവിലും 3 കോണമുണ്ട്. ബിന്ദു, ത്രികോണം, ഷഡ്കോണം എന്നാണ് ശ്രീചക്രം വരയ്ക്കുന്നത്. അനഘായി നമഃ. പാപം, ദുഃഖം, വേദന ഇതൊന്നും ഇല്ലാത്തവൾ ദേവി. ദേവിക്ക് എന്ത് പാപം, ദേവിക്ക് എന്ത് ദുഃഖം, എല്ലാത്തിനും അതീതമായിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. അദ്ഭുത ചാരിത്രായ നമഃ. അത്ഭുതകരമായ ചരിത്രമുള്ളവൾ ദേവി. ദേവിയുടെ ചരിത്രം, ദേവി മഹാത്മ്യം എടുത്തു കഴിഞ്ഞാൽ, ദേവി ഭാഗവതം എടുത്താലും ശരി, അതിന്റെ കഥകളും കാര്യങ്ങളും ദേവിയുടെ ചരിത്രമെല്ലാം നോക്കിയാൽ അത്ഭുതകരമായിട്ടിരിക്കും. നമ്മുടെ അഭിരാമഭട്ടരുടേതും അത്ഭുതമല്ലേ? കറുത്തവാവിന്റെ അന്ന് തന്റെ കാതിലുള്ള തോടെടുത്ത് ചന്ദ്രനെ പോലെ ഉദിപ്പിച്ച് ആ ഭക്തനെ രക്ഷിച്ചവൾ അത്ഭുത അതിശയം തന്നെയാണ്.
ദേവിയുടെ ഏത് ചരിത്രം എടുത്താലും അത്ഭുതത്തിന് അത്ഭുത ചാരിത്രായ നമഃ. വാഞ്ചിതാർത്ഥ പ്രദായിന്യേ നമഃ. അഭീഷ്ടം നൽകുന്നവൾ ദേവി. എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവോ ന്യായമായ ആഗ്രഹം. നേരത്തെ പറഞ്ഞ മാതിരി ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കൊട്ടേഷൻ ഒന്നും കൊടുക്കാൻ വാങ്ങുന്ന ആളല്ല ഈശ്വര സ്വരൂപം. കാരണം എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. എല്ലാവരും ഈശ്വരന്റെ കുട്ടികൾ, എല്ലാവരും അമ്മയുടെ മക്കളാണ്. ഒരമ്മയും ഒരു മകനെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു മകനെ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ന്യായമായ ആഗ്രഹങ്ങൾ എന്തുണ്ടോ അതെല്ലാം നടത്തി കൊടുക്കുന്നവൾ ഈശ്വരി. അതുകൊണ്ട് വാഞ്ചിതാർത്ഥ പ്രദായിന്യേ നമഃ. അഭ്യാസാതിശയജ്ഞാതായേ നമഃ. നിരന്തരമായ അഭ്യാസം കൊണ്ട് അറിയാവുന്ന ദേവിക്ക് നമസ്കാരം. എന്ന് പറഞ്ഞാൽ ആ ദേവതാ സ്വരൂപത്തെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായ അഭ്യാസം ഉണ്ടാകണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ധ്യാനം അതുണ്ടെങ്കിൽ മാത്രമേ ആ ധ്യാനം നമുക്ക് കിട്ടുള്ളൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ബ്രഹ്മമാണ് സത്യം ലോകം മിഥ്യ എന്നുള്ള വിചാരമൊന്നും സാധാരണ വരില്ല. കാരണം എന്താ? നമ്മളെല്ലാം കർമ്മത്തിന് അതീതമാണ്, കർമ്മത്തിന് അടിമപ്പെട്ടതാണ്. നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ സത്യമായ മിഥ്യാ ലോകത്ത് സത്യം വിശ്വസിച്ചേ പറ്റും. അങ്ങനെ വിശ്വസിപ്പിക്കുന്നത് ദേവി തന്നെയാണ്. അതാണ് മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതി കാരണം എന്ന് പറയാൻ കാര്യം. അപ്പോ നിരന്തരമായ അഭ്യാസം കൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് ഈശ്വര സ്വരൂപം എന്നാണ്. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമഃ. അഭ്യാസാദിജ്ഞാതായ നമഃ. ഷഡദ്വാതീത രൂപിണ്യേ നമഃ. 6 മാർഗങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവൾ ദേവി. ആ ശ്രീചക്രത്തെ ധ്യാനിക്കാനുള്ള 6 മാർഗങ്ങൾ, 6 ആത്മാക്കൾ. അതാണ് ഇവിടെ പദം, ഭുവനം, വർണ്ണം, തത്വം, കല, മന്ത്രം. ഇതെല്ലാം നമുക്ക് പേര് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രീചക്ര ആരാധന ചെയ്യുന്ന കാര്യമാണ്. അത് ശ്രീചക്ര ആരാധന ഉപദേശം കിട്ടിയവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കൂ. അവ്യാജ കരുണാമൂർത്തയേ നമഃ. അത്യന്ത ശുദ്ധമായ കാരുണ്യം നിറഞ്ഞവൾ ദേവി. അത്യന്ത ശുദ്ധമായ കാരുണ്യം എന്ന് പറഞ്ഞാൽ ദേവിയുടെ കരുണയിൽ അല്പം പോലും കപടമില്ല. സ്നേഹം ആത്മാർത്ഥ സ്നേഹമായിരിക്കും, അല്ലേ? ഉള്ളൊன்று വിറ്റ് പുറമൊன்று പേശുവാർന്ന് തമിഴിൽ പറയുന്ന മാതിരി മുൻപല്ല് കാട്ടി ചിരിക്കുകയും അണപ്പല്ല് കൊണ്ട് ഇറക്കുകയും ചെയ്യുന്ന എന്നുള്ള സ്വഭാവമല്ല. എന്ന് പറഞ്ഞാൽ ദേവി ഭക്തനെന്ന് നമ്മൾ സ്വയം അഭിമാനിക്കണമെങ്കിൽ, ഭക്തയെന്ന് അഭിമാനിക്കണമെങ്കിൽ നമ്മളുടെ സ്വഭാവം അതുപോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തെല്ലാം ദേവിക്കുണ്ടെന്ന് നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ അഗസ്ത്യ മഹർഷി പറയുന്നുവോ ആ ശീലമെല്ലാം നമ്മളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ഭക്തിക്ക് നമുക്ക് പ്രയോജനമുള്ളൂ. അജ്ഞാനദ്വാന്ത ദീപികായേ നമഃ. അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്നവൾ ദേവി. അജ്ഞാനാന്ധകാരം എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്ത അവസ്ഥ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത അവസ്ഥ. ഇരുട്ട് എന്നൊരു വസ്തു ഇല്ല, വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ഒരു അജ്ഞാനം, ജ്ഞാനമില്ലാത്ത അവസ്ഥയ്ക്കാണ് അജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ് ജ്ഞാനം, അതല്ലാത്തതെല്ലാം അജ്ഞാനം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്നവൾ ദേവി. അതുകൊണ്ട് അജ്ഞാനദ്വാന്ത ദീപികായ നമഃ. ആബാലഗോപ വിദിതായ നമഃ. കുട്ടികൾക്കും ഗോപാലന്മാർക്കും ഒരുപോലെ അറിയാൻ സാധിക്കുന്നവളാവി നമസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ കൊച്ചുകുട്ടി മുതൽ വലിയവർ വരെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുന്നവൾ ഈശ്വര സ്വരൂപം നടത്താം. ആബാലഗോപ വിദിതായ നമഃ. സർവാനുലുംഗ്യ ശാസനായ നമഃ. ആർക്കും ലംഘിക്കാൻ പറ്റാത്ത ശാസന ചെയ്യാൻ കഴിവുള്ളവൾ ദേവി. ദേവിയുടെ ആജ്ഞയെ ലംഘിക്കാൻ ആർക്ക് സാധിക്കും? അല്ലേ? എല്ലാം ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. ശ്രീചക്രരാജ നിലയായ നമഃ. ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. ശ്രീചക്രത്തിലുള്ള 43 കോടി 43 രൂപത്തിൽ ഇരിക്കുന്നവർ. ശ്രീമത് ത്രിപുര സുന്ദരിയേ നമഃ. ദിവ്യയായ ത്രിപുര സുന്ദരിയായി പരിശോഭിക്കുന്നവൾ ദേവി. ശിവൻ ത്രിപുര സുന്ദരനും ദേവി ത്രിപുര സുന്ദരിയും. സുന്ദരൻ സുന്ദരി, അതാണ് പാരമേശ്വരൻ പാർവതി. ശ്രീ ശിവായ നമഃ. ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവ എന്ന് പറഞ്ഞാൽ പാർവതി. ശിവശക്തൈക്യ രൂപിണ്യേ നമഃ. ശിവനും ശക്തിയും ചേർന്നത്, അതാണ് പൂർണ്ണത. അതുകൊണ്ടാണ് നമ്മൾ ശിവശക്തിയായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി. ശക്തിയില്ലെങ്കിൽ ശിവൻ അനങ്ങാൻ പോലും പറ്റാത്തവനായി മാറുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പം തന്നെ. കണ്ണുണ്ട്, കാഴ്ചയില്ലെങ്കിൽ നമുക്ക് ആ കണ്ണ് പ്രയോജനപ്പെടും. കൈയുണ്ട്, ഈ ശക്തി ഇല്ലെങ്കിലോ, അല്ലേ? ആ ചെവിയുണ്ട്, കേൾവിയില്ലെങ്കിലോ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതാണ്
സ്പന്ദിക്കാൻ പോലും പറ്റില്ല. ശക്തി ഉണ്ടെങ്കിലേ ശിവൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശിവൻ വേറെ ശക്തി വേറെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല ശക്തിയാണ് വലുത്, ശിവനാണ് ചെറുത് എന്നുള്ള അർത്ഥമല്ല. ഈ വലുത് ചെറുതെന്ന് പറയണമെങ്കിൽ രണ്ടെണ്ണം വേണ്ടേ? ഒന്നേ ഉള്ളുവെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടത്തി അല്ലേ? സൗന്ദര്യലഹരി പാരായണം ഒരേ ഒരു അമ്മ മാത്രം പേര് തിന്നു, കോമ്പറ്റീഷനെ നടക്കൂല, പൈസ കൊടുത്ത് വിട്ടേക്കും. കാരണം എന്താ? കോമ്പറ്റീഷൻ എവിടെ? അവർ എത്ര അബദ്ധം പറഞ്ഞാലും ഒരു പ്രൈസ് കൊടുത്തിട്ടേ പറ്റും. ഇവിടെ പരമമായ സത്യം ഒന്നേ ഉള്ളൂ. അപ്പൊ രണ്ടില്ലല്ലോ, പിന്നെ അത് വലുത് ഇത് ചെറുതെന്ന് പറയാനില്ല. അപ്പൊ ശിവനും ശക്തിയും ചേർന്നാണ് പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ സ്ത്രീരൂപമായി സങ്കല്പിച്ചാൽ ദേവി, പുരുഷനുമായി സങ്കല്പിച്ചാൽ ദേവൻ. അത് ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ചെയ്യുന്നു എന്നർത്ഥം. ശിവൻ വേറെ ശക്തി വേറെ ഇല്ല എന്നുള്ളതാണ് ശിവശക്തിക്ക് രൂപിണീ നമഃ. അവസാനം കൊണ്ടുവയ്ക്കുന്ന പദമാണ്. ഇത്രയും പറഞ്ഞു വന്നിട്ട് ബ്രഹ്മം എന്ന് പറയുന്നത് ശിവശക്തി ഐക്യമാണ് എന്ന് പറഞ്ഞാൽ ശിവൻ വേറെ ശക്തി വേറെ ഇല്ല എന്നർത്ഥം. ശിവശക്തിക്ക് രൂപിണീ നമഃ. സമ്പൂർണമായ ഭേദരാഹിത്യമാണ് ഐക്യം. രണ്ട് ഒന്ന് ഇല്ല എന്നർത്ഥം, ഒന്നേ ഉള്ളൂ. ലളിതാംബികായേ നമഃ. ലളിതമായവൾ, ആരാധിക്കാൻ എളുപ്പമായവൾ, പ്രപഞ്ചത്തിനകത്തും പുറത്തും ലീലയാടുന്നവൾ. പ്രപഞ്ചത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നായപ്പോൾ അതിനതീതമായതും ഈശ്വര സ്വരൂപം തന്നെയാണ് എന്നുള്ളതാണ് ലളിതാംബികായേ നമഃ എന്നുള്ള പദം. ഈശ്വരകാരുണ്യം കൊണ്ട് നമ്മൾ 1000 പദവും എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. ഒരു പദം വിട്ടുപോയി, അതാണ് അവർ നോട്ട് ചെയ്ത് പറയുന്നത്. ചൈതന്യാർക്ക സമാരാധ്യായ നമഃ. ചൈതന്യമാകുന്ന അർഘ്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവൾ ദേവി. ആത്മാവിനെ ചൈതന്യമായി ശുദ്ധബോധമായി കണ്ട് ധ്യാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ല ആരാധന. മാനസികമായ പൂജ, ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തെ ധ്യാനിച്ച് അതിനെ ആരാധിക്കുന്നു. അതാണ് ചൈതന്യാർക്ക സമാരാധ്യായ നമഃ പദത്തിൽ വരുന്നത്. ഈ ലളിതാ സഹസ്രനാമം ഇത് ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ എപ്പോഴും വേണമെങ്കിലും ലഭിക്കും. അല്ലെങ്കിൽ പുറനാട്ടുകരയുടെ ഒരു പുസ്തകമുണ്ട്, രാമകൃഷ്ണ മഠം പ്രൊഫസർ ലീല സരസ്വതി എസ് വാര്യർ അവർ എഴുതിയതാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ണൂർ മഹാദേവ ശാസ്ത്രങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു അത്ര കണ്ട് അറിവ് സാധാരണ നമുക്ക് ഉണ്ടാവില്ല. ഭയങ്കര തത്വപരമായിരിക്കും. സിമ്പിൾ മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് ഈ പുസ്തകം. ഞാൻ പറഞ്ഞതൊന്നുമില്ല ഈ പുസ്തകത്തിൽ കാണുകയില്ല. ഈ തത്വപരമായ അർത്ഥമെല്ലാം ഗുരുമുഖമായി എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു. ജനറലായ സബ്ജക്റ്റാണ്. ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം നമ്മൾ പൂർണ്ണമായി സാധാരണ നമ്മൾ എല്ലാം ചെയ്തിട്ട് അവസാനം പറയും കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം, കൈകാലുകൾ കൊണ്ടോ ഞാൻ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ എന്തെല്ലാം അപരാധം ചെയ്തു. വിഹിതം അവിഹിതം, അതാണ് നമുക്ക് പ്രധാനം. വിഹിതം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ഡു, അവിഹിതം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ഡോണ്ട്. ഇത് ചെയ്യേണ്ടത് ചെയ്യാതെയും ഇരുന്നിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള അപരാധമെല്ലാം പുറത്ത് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. എന്താണ് വിഹിതം, എന്താണ് അവിഹിതം? പൂജാമുറി ശുദ്ധമായി വെക്കേണ്ട ഒരു സ്ഥലം, അവിടെ പോയി വിളക്ക് കത്തിക്കുകയോ പൂജ ചെയ്യുകയോ നാമം ചൊല്ലുകയോ ചെയ്യുമ്പോൾ ശുദ്ധവൃത്തിയോടെ ചെയ്യണം. അത് വിഹിതം എന്ന് കരുതി കുളിച്ചിട്ട് ആ ഈറൻ വസ്ത്രം കൊടുത്തുകൊണ്ട് പൂജാമുറിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് അവിഹിതം. കാരണം ഈ ഈറവസ്ത്രം എടുത്തുകൊണ്ട് ഒരേ ഒരു കാര്യമേ ചെയ്യാവൂ. പ്രാണൻ പോയാൽ പ്രേതകാര്യം മാത്രം. ബാക്കി ഏത് കർമ്മമായാലും ഉടന്ന വസ്ത്രത്തോടെ ചെയ്യാവൂ. അതുപോലെ ഏകവസ്ത്രം മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഒരു പൂജയും ചെയ്യാൻ പാടില്ല. ബ്രഹ്മചാരികൾക്കല്ല, ഗൃഹസ്ഥന്മാർ ഒരു
അംഗവസ്ത്രം കൂടി വേണം, ദ്വിതീയ വസ്ത്രം കൂടി വേണം. അപ്പോൾ ശുദ്ധവൃത്തിയോടെ പൂജാമുറിയിൽ പോകേണ്ടത് വിഹിതം എന്ന് കരുതി ഈറനെടുത്തുകൊണ്ട് പോകുന്നത് അവിഹിതം. പൂജാമുറിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. കാരണം ചെറിയ വീട്, ആ വീട്ടിനകത്ത് ഒരു മുറിയിൽ തന്നെ പൂജാമുറിയും വേണം, അവിടെ തന്നെ നമ്മുടെ അലമാരയും ഉണ്ട്, അതിനകത്താണ് വസ്ത്രം ഇരിക്കുന്നത്. കുളിച്ചിട്ട് വന്നാൽ നമ്മൾ ആ വസ്ത്രം എടുക്കാൻ അകത്ത് കയറാം, കുഴപ്പമില്ല. പക്ഷേ ഉണർന്ന വസ്ത്രം ഉടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു നെറ്റിക്ക് തിലകമിടണം. ഒന്നുകിൽ ചന്ദനം, അല്ലെങ്കിൽ കുങ്കുമം, അല്ലെങ്കിൽ വിഭൂതി. ഈ മൂന്നേ ഉള്ളൂ അല്ലേ, 3 വസ്തുതയേ ഉള്ളൂ. അത് ചിലരെ കുങ്കുമം ഇടാൻ പറ്റാത്തവരെ വിഭൂതി. എന്തെങ്കിലും ഒന്ന് നെറ്റിയിലിട്ടിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അല്ലാതെ നാമജപം ചൊല്ലുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യുന്നത് അവിഹിതം, ചെയ്യാൻ പാടില്ല. അപ്പൊ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും പാപം. ശുദ്ധവൃത്തിക്ക് വേണ്ടി നമ്മൾ അകത്ത് പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യാതിരുന്നതിനേക്കാളും കൂടുതൽ ദോഷമാണ് നമുക്ക് വരുന്നത്. വിളക്ക് കത്തിക്കുന്നത് എങ്ങനെ? സാധാരണ തീപ്പെട്ടി വലിച്ച് കത്തിക്കുന്നു. വിളക്ക് കത്തിക്കഴിഞ്ഞാൽ നല്ലവണ്ണം ഒരിക്കലും വിളക്ക് തനിയെ അണയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പൂജ കഴിഞ്ഞാൽ രാവിലെ വിളക്ക് കത്തിച്ചു, മന്ത്രമെല്ലാം ചൊല്ലി കഴിഞ്ഞു, നാമജപം കഴിഞ്ഞു, പറ്റുമെങ്കിൽ നിങ്ങൾ നമസ്കാരം ചെയ്തു പുറത്തു പോകണം. വിളക്കിനെ നിർത്തിയിട്ടേ പോകും. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പുറത്ത് പോരുത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അപ്പൊ എങ്ങനെയാണ് വിളക്കിനെ നമ്മൾ കെടുത്തുന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? മഹാലക്ഷ്മിയായി സങ്കല്പിച്ചാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പൊ ലക്ഷ്മിയെ ആദരപൂർവ്വം ഇങ്ങനെ കാണിച്ചാൽ അടിച്ചമർത്തുന്ന പോലെ ആയി, അപമാനിക്കുന്ന പോലെ ആയി. ഞങ്ങളുടെ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ഈ മരിച്ചവരുടെ കർമ്മം ചെയ്യുമ്പോൾ 10ന്റെ അന്ന്, ദശാസിന്റെ അന്ന് ഇങ്ങനെ കാണിക്കും. കാരണം ആ ഭൂതാകാരമായ ശരീരം ഉപേക്ഷിച്ച് ആത്മാ 3 ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞാണ് പോകുന്നത് നമ്മുടെ സമ്പ്രദായത്തിലുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ വിളക്കഴിക്കുന്നത്. അതുകൊണ്ടാണ് കൈ കൊണ്ട് അണയ്ക്കരുത് എന്ന് പറയാൻ കാര്യം. അപ്പോൾ വിളക്കെടുത്തണം എന്നുള്ളത് വിഹിതം, കൈ കൊണ്ട് അണച്ചാൽ അവിഹിതം. അപ്പൊ എങ്ങനെ കെടുത്തണം? ആ തീപ്പെട്ടി കൊള്ളിയില്ലേ, അതിനെ പതുക്കെ എടുത്ത് ആ തിരിയെ എണ്ണയിൽ മുക്കിയാൽ അത് തനിയെ പോകും. അല്ലെങ്കിൽ തീപ്പെട്ടി എടുത്ത് അതിന് പുറത്ത് വെച്ചാൽ മതി. ചെറിയ തിരിയാണെങ്കിൽ വിരൽ കൊണ്ട് തന്നെ അമർത്താം, വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചൂടൊന്നും പ്രശ്നമേ ഇല്ല. അടുപ്പിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ചൂടൊന്നും വലുതായിട്ട് തോന്നുന്നു. അതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ്പം എടുത്ത് വെക്കുക. ഒരിക്കലും കൈകൊണ്ടിങ്ങനെ അണയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈറൻ വസ്ത്രം പാടില്ല, ശൂന്യനെത്തി പാടില്ല, വിളക്കണക്കിന് ശരിയാവണം. സ്നാനം ചെയ്യുന്നത്, കുളിക്കുന്നത് എങ്ങനെ? കുളിക്കുന്നതിനൊക്കെ ശാസ്ത്രമുണ്ടോ? ഉണ്ട്. കിഴക്ക് നോക്കിയോ വടക്ക് നോക്കിയോ പടിഞ്ഞാറ് നോക്കിയോ നിന്നേ കുളിക്കാൻ. ഒരിക്കലും തെക്ക് നോക്കി കുളിക്കരുത്. സാധാരണ എല്ലാ വീടുകളും കിഴക്ക് നടവച്ചായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും ബാത്റൂം വരുമ്പോൾ വടക്ക് നോക്കി പൈപ്പ് കാണും, നമ്മൾ തെക്ക് നോക്കി തന്നെ നിൽക്കും. സാധാരണ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ വാസ്തു ഒന്നുമല്ല പറയുന്നത്, ശാസ്ത്രമാണ് പറയുന്നത്. ആ വീട്ടിന് ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പൈപ്പിന് നേരെ നിൽക്കാതെ വെള്ളം എടുത്തും കൊണ്ട് കിഴക്ക് നോക്കി നിന്ന് ഈ മക്കെടുത്ത് കുളിക്കാം. ഷവറാകുമ്പോൾ ഷവറിന്റെ നേരെ നിൽക്കണ്ട, തിരിഞ്ഞ് നിൽക്കാം. തെക്ക് നോക്കി കുളിക്കരുത്. തെക്ക് നോക്കി കുളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഭേദകാര്യം ചെയ്യുന്നതാണ് തെക്ക് നോക്കി. അപ്പൊ സ്നാനം ചെയ്യണം എന്നുള്ളത് വിഹിതം. അതേസമയം തെക്ക് നോക്കി സ്നാനം ചെയ്താൽ അതാ വിഹിതം. പിന്നെ ഇതെല്ലാം പറയുന്നത് അയ്യോ ഇന്നലെ വരെ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് ആരും ദുഃഖിക്കണ്ട. നമ്മൾ അറിയാതെ, അതുകൊണ്ടാണ് പറയുന്നത് അറിയാതെ പോയി തെറ്റിന് ക്ഷമിക്കണം നമ്മൾ ചോദിക്കുന്നത്. ഇനി ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന്റെ കൂടുതൽ പ്രയോജനം കിട്ടും. ഈറ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മളൊരു ടൂർ പോയി, അമ്പലത്തിലെ പോയി, മാക്സിമം 2-3 ഡ്രസ്സ് കൊണ്ടുപോകാം. അത് നനയ്ക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നല്ല വസ്ത്രം ഉടുത്തുകൊണ്ട് പോയി, നല്ല മഴ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ ശാരദാൻ പോയപ്പോ യമുനോത്രിയിൽ ക്യൂ നിൽക്കുകയാണ്, നല്ല മഴ, മുഴുവൻ നനഞ്ഞിരിക്കുക, ഒരു രക്ഷയില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അമ്പലത്തിൽ കയറാതിരിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്തിനെ നല്ലവണ്ണം പിഴിയണം. വെള്ളം മുഴുവൻ പിഴിഞ്ഞ് ഇടതുവശം നോക്കി 7 പ്രാവശ്യം കുടയണം. കുടഞ്ഞാൽ അത് ഉണർന്ന വസ്ത്രത്തിന് സമാനമാണ്. അപ്പൊ സ്ത്രീകൾക്ക് സാരി മുഴുവൻ കുടയാൻ പറ്റില്ല, എങ്കിലും ആ തലപ്പും താഴ്ഭാഗവും എങ്കിലും എടുത്ത് അയ്യപ്പം എടുത്ത് കുടഞ്ഞാൽ, ഇതെല്ലാം എക്സംഷൻ എന്ന് കരുതി കുളിച്ചിട്ട് വന്നിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അകത്ത് കയറാമെന്നുള്ളത് പെർമിഷൻ അല്ല. ഈ എക്സംഷൻ എന്നുള്ളത് വേറെ നിവൃത്തിയില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്.
ഇതെല്ലാം എനിക്ക് ആത്മീയ ഗുരുവായ ഗോപാൽജിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അദ്ദേഹമാണ് ഇതെല്ലാം പറയുന്നത്. ഞാനത് എല്ലാം എൻ്റെ ക്ലാസ്സിലും പറയും, ഇവിടെയും പറയുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികളും ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദുക്കൾ പലതും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, പലർക്കും അറിയില്ല. പക്ഷെ മറ്റു റിലീജിയസ് ഒക്കെ അങ്ങനെയല്ല. അവരൊരു ചിട്ട വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രാർത്ഥന ചെയ്യണം, കഴിഞ്ഞേ പറ്റും. അതുപോലെ നമ്മളും അത് കൊണ്ടുവരണം. എന്തെങ്കിലും 2 വാക്യം, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണദോസ്തി സവാഹം ഈ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥതാരകെ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്തെന്നറിയാമോ? ഇതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്, അല്ലാതെ എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല എന്നുള്ള രീതിയിൽ വന്നു പോകും. കാരണം ഞാൻ എന്റേതെന്നുള്ള ഭാവം ഇല്ലാതാവണം, ഈശ്വരൻ ഉണ്ടാവണം. ഇതിലും നമ്മുടെ ആൾക്കാർ വന്ന് ഉമ്മാച്ചി കണ്ണക്കുത്തും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. ഉമ്മാച്ചി എന്നൊരു ദേവിയെ ഇല്ല, ഉമാമഹേശ്വരിയാണ്. അത് പറഞ്ഞ് ഉമ്മാച്ചി എന്നാക്കിയിട്ടുള്ളത്. കണ്ണക്കുത്തെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഉപദ്രവിക്കുന്ന ഒരു വസ്തുവാണ് ഈശ്വരൻ എന്നുള്ള ചിന്ത കുട്ടിക്ക് വരില്ലേ? ദേവി, സ്വാമി, കൃഷ്ണൻ, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നമ്മുടെ പലയിടത്ത് അറിയുന്നുണ്ട്, ഈ നമ്മുടെ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ പലതും കുട്ടികൾക്ക് അറിയാത്ത കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ നല്ലത് ചെയ്താലേ നമ്മുടെ കുട്ടികളെ അത് കേട്ട് പഠിക്കുകയുള്ളൂ. ഇത് ഉപദേശമായിട്ട് കരുതരുത്. ഉപദേശിക്കാനല്ല ഞാൻ വരുന്നത്. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം അത് പ്രായോഗികമായി കൊണ്ടുവരുന്നു അത്രയും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകും. താല്പര്യം. സ്നാനം ചെയ്യുന്നത് തെക്ക് നോക്കി സ്നാനം ചെയ്യരുത്. ഉറങ്ങുന്നത് എങ്ങനെ? ജനറലായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിന്റെ സൗകര്യം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാം. തന്റെ വീടാണെങ്കിൽ, സ്വന്തം വീടാണെങ്കിൽ കിഴക്ക് തലവെച്ച് കിടക്കണം. വേറെ സ്വന്തക്കാരുടെ വീട്ടിൽ വല്ലതും പോവുകയാണെങ്കിൽ പടിഞ്ഞാറ് തലവെച്ച് കിടക്കണം. ഈ ലാഡ്ജ്, സത്രം ഇതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ തെക്ക് തലവെച്ച് കിടക്കണം. യാതൊരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല. കാരണം ആ നോർത്ത് പോൾ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ആകുമെന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നു. ഇവിടെ സാധാരണ പറയും ഗണപതിയുടെ അവതാരത്തിൽ പരമേശ്വരൻ മഹാഗണപതി സാധാരണ മനുഷ്യ കുഞ്ഞിനെ പോലെയാണ് ആദ്യം പാർവതി സൃഷ്ടിച്ചത്. തന്റെ ശരീരത്തിലുള്ള മഞ്ഞളിനെ എടുത്ത് ഉരുട്ടി ഒരു കുട്ടിയായി സൃഷ്ടിച്ച് അതിന് ജീവൻ നൽകിയെന്നാണ് കഥ. അപ്പം ഗജാസുരനെ വധം ചെയ്ത് ആ മുത്തുമാലയം കൊണ്ടുവന്ന് ദേവി കൊടുക്കാനായി വരികയും പാർവതി സ്നാനം ചെയ്യുന്നുണ്ട്, ആരും അകത്ത് പോകാൻ പാടില്ല എന്ന് ഗണപതി തടുത്തു നിർത്തി. ഗണപതിക്ക് അറിഞ്ഞൂടാ വന്നിരിക്കുന്നത് പരമേശ്വരനാണെന്നോ അച്ഛനാണെന്നോ അറിയില്ല. അവസാനം രണ്ടുപേരും തമ്മിൽ യുദ്ധമായി ശൂലായുധം കൊണ്ട് മഹാഗണപതിയെ വധിക്കും. അപ്പോഴാണ് പാർവതി കാര്യം അറിയുന്നത്. എന്റെ മാനസിക പുത്രനാണ് അവന്റെ ജീവൻ നൽകുന്നതെന്ന് പറയുമ്പോൾ വടക്ക് നോക്കി തലയുള്ള ഒരു ജീവന്റെ തലയെ കൊണ്ടുവരാനായിട്ട് ഭൂതങ്ങളോട് പറയും. അപ്പൊ ഗജാസുരനെ വധിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. ആ ഗജാസുരന്റെ തല വടക്ക് നോക്കിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് പരമേശ്വരൻ ചെയ്തിട്ട് ഗണപതിക്ക് കൊടുത്തു എന്നൊരു കഥ. അതുകൊണ്ട് വടക്ക് നോക്കി കിടക്കരുത് കഥയായിട്ട് പറയും. സംഭവം അതല്ല. ശാസ്ത്രീയമായി നോക്കിയാൽ നമ്മുടെ ബുദ്ധിക്ക് മന്ദം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബുദ്ധിയൊക്കെ ധാരാളം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ ഈശ്വര സ്വരൂപം എല്ലാം ധ്യാനിക്കാനും നമുക്കെല്ലാം ചെയ്യാനും സാധിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും വടക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല. നമസ്കാരം സാധാരണ ആളുകൾ നമസ്കരിക്കുമ്പോൾ സാധാരണ ഫ്ലാറ്റായിട്ട് നമസ്കരിക്കാം. സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം. കാരണം സ്ത്രീസ്ഥനം ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല. 3 വസ്തുക്കൾ ഭൂമാതയെ സ്പർശിക്കാൻ പാടില്ല. ഒന്ന് മണിയുടെ നാക്ക്. അവിടെ മണി വെക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു നിലയോ ഒരു വെറ്റിലയോ വെച്ച് അതിന് പുറത്ത് മണി വെക്കാം. മണിയുടെ നാക്ക് ഭൂമിയിൽ പതിക്കാൻ പാടില്ല. മന്ത്രപുസ്തകം, വേദപുസ്തകം, ഭാഗവതമായിട്ട് രാമായണമായിട്ട് പുസ്തകമൊന്നും വെറും തലയിൽ വെക്കാൻ പാടില്ല. ഒന്നുകിൽ ഇതുപോലെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു തുണി വിരിച്ച് അതിന്റെ പുറത്ത് വെക്കാം. 3ാമത് സ്ത്രീസ്ഥനം, അതും ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അവർക്ക് പഞ്ചാംഗ നമസ്കാരം വെക്കുന്നത്. ആണുങ്ങൾക്കാണെങ്കിൽ
സാഷ്ടാംഗ നമസ്കാരം. അപ്പൊ ചെയ്യുമ്പോൾ ആളുകൾ